കുപ്പിയിൽ പെട്രോൾ നൽകാത്തതിന് പത്തനംതിട്ട ഓമല്ലൂരിൽ പെട്രോൾ പമ്പ് ജീവനക്കാരന് മർദ്ദനം. പ്രക്കാനം സ്വദേശി രഞ്ജിത്തിനാണ് മർദ്ദനം ഏറ്റത്. ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി. ഷിജോ, ഈ കുപ്പിയിൽ പെട്രോൾ നൽകില്ല എന്ന് പെട്രോൾ പമ്പ് ഉടമ ജീവനക്കാർ പറഞ്ഞതാണോ ഈ സംഘർഷത്തെ അല്ലെങ്കിൽ ഈ മർദ്ദനത്തിലേക്ക് വഴിവെച്ചത്? നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം അങ്ങനെ തന്നെയാണ്. കുപ്പിയിൽ 2 ബൈക്കിലായിട്ടെത്തിയ 6 അംഗ സംഘം വാഹനത്തിൽ പെട്രോൾ അടിച്ചതിന് പിന്നാലെ കുപ്പിയിൽ കൂടി പെട്രോൾ അടിച്ച് നൽകണമെന്ന് പമ്പ് ജീവനക്കാരനോട് ആവശ്യപ്പെട്ടു. പക്ഷേ കുപ്പിയിൽ പെട്രോൾ നൽകാൻ കഴിയില്ല എന്ന് പമ്പ് ജീവനക്കാരൻ രഞ്ജിത്ത് പറഞ്ഞതിന് പിന്നാലെ രഞ്ജിത്തിനെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയായിരുന്നു ബൈക്കിലെത്തിയ യുവാക്കൾ ചെയ്തത്. ഇന്നലെ രാത്രി 12:40 പത്തനംതിട്ട ഓമല്ലൂരിൽ പ്രവർത്തിക്കുന്ന പമ്പിലെ ജീവനക്കാരന് ബൈക്കിലെത്തിയ യുവാക്കളിൽ നിന്ന് ക്രൂരമായിട്ട് മർദ്ദനമേറ്റത്. ഈ CCTV ഉള്ള സ്ഥലത്തും അതില്ലാത്ത സ്ഥലത്ത് വെച്ചും രഞ്ജിത്ത് ക്രൂരമായി മർദ്ദനത്തിന് ഇരയാകേണ്ടി വന്നു എന്ന് രഞ്ജിത്ത് തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പും യുവാക്കൾ സമാനമായ രീതിയിൽ പെട്രോൾ പമ്പിൽ വരികയും ചില വാക്കുതർക്കവും ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെ അതിന്റെ വൈരാഗ്യത്തിലാണ് ഇന്നലെ രാത്രി വീണ്ടും പെട്രോൾ പമ്പിലെത്തി കുപ്പിയിൽ പെട്രോൾ വേണമെന്ന് ആവശ്യപ്പെട്ടത്. കുപ്പിയിൽ നൽകാൻ കഴിയില്ല എന്ന് പമ്പ് ജീവനക്കാരൻ പറഞ്ഞതിന് പിന്നാലെ പ്രകോപിതരായ യുവാക്കൾ രഞ്ജിത്തിനെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയായിരുന്നു. ഈ മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും സംഭവത്തിൽ പോലീസിലടക്കം പരാതി കൊടുക്കുമെന്നുള്ള കാര്യവും രഞ്ജിത്ത് പറയുന്നുണ്ട്. പക്ഷേ പത്തനംതിട്ട പോലീസിൽ ഇന്നലെ വിവരം അറിയിച്ചപ്പോൾ രാവിലെ വന്ന് പരാതിയായിട്ട് നൽകാനാണ് പറയുന്നത്. യുവാക്കൾ വീണ്ടും ഒന്ന് പ്രശ്നമുണ്ടാക്കിയാൽ പോലീസിൽ വന്ന് അറിയിച്ചാൽ മതി, പോലീസ് സ്റ്റേഷൻ നേരിട്ട് വന്ന് പരാതി നൽകണമെന്ന് പോലീസുകാർ പറഞ്ഞതായിട്ടും രഞ്ജിത്ത് പറയുന്നുണ്ട്. ഏതായാലും ഇന്നലെ രാത്രിയോടുകൂടിയാണ് പത്തനംതിട്ട ഓമല്ലൂരിൽ പെട്രോൾ പമ്പ് ജീവനക്കാരനെ ബൈക്കിലെത്തിയ 6 അംഗ സംഘം ക്രൂരമായിട്ട് മർദ്ദിച്ചത്. ശരി, ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.